സംവിധായകൻ ജിത്തു അഷ്റഫ് കാണാൻ വന്നത് അത് അവര് വളരെ കമ്മിറ്റഡ് ആയിട്ട് വളരെ കൃത്യമായി റിസർച്ച് ചെയ്ത് പിഴവുകളില്ലാതെ അത് ചിത്രീകരിക്കണമെന്ന് അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആരും ആരെയും കൺട്രോൾ ചെയ്യില്ല. അതാണ് ഫസ്റ്റ് തിങ്. ദ മോമെന്റ് യു സ്റ്റാർട്ട് കൺട്രോളിങ് ദി അതർ പേഴ്സൺ വിൽ സ്റ്റാർട്ട് ഹേറ്റിങ് യു. നിങ്ങളൊരു സെക്യൂർ സ്പേസിലായിരിക്കണം, അല്ലാതെ നിങ്ങളൊരു എഡിറ്റിംഗ് ടേബിളിലല്ല ടു കീപ് ചേഞ്ചിങ് ഫോർ ദി അതർ പേഴ്സൺ. ഒരു മിനിമം റെസ്പെക്റ്റ് കാണിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ആരെ വേണമെങ്കിലും കളിയാക്കും, ആരെ വേണമെങ്കിലും ട്രോൾ ചെയ്യും, ആരെ വേണമെങ്കിലും ഇങ്ങനെ പറയും. സിനിമയുടെ എക്സൈറ്റിംഗ് ഫാക്ടർ, അതിൻ്റെ മേക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യരെ ഹരം പിടിപ്പിക്കുന്നതായിരിക്കും. പക്ഷെ അതിനർത്ഥം പിറ്റേ ദിവസം അവർ കിൽബിൽ ലിസ്റ്റ് ഉണ്ടാക്കി പുറപ്പെടുന്നു എന്നായിക്കൊള്ളുന്നില്ല. സൊസൈറ്റിയിലെ കാര്യങ്ങളാണ് സിനിമയായിട്ട് മാറുന്നത്. അപ്പോൾ സൊസൈറ്റിയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് നമുക്കിത് സിനിമയിൽ കാണാൻ പറ്റുന്നത്. ഈ വാക്കുകൾ കൊണ്ട് ആരും മുറിയുകയോ ബ്ലീഡ് ചെയ്യുകയോ ചെയ്യില്ലായിരിക്കും. പക്ഷെ ഈ ബ്രൂട്ടാലിറ്റി മനസ്സിൽ വേറെ രീതിയിലുള്ള ക്രൂരതയും കൊലപാതകങ്ങളും ഒക്കെ ആയിട്ട് ഈക്വലി മാറുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ചെറിയ കുട്ടികൾ അമ്മയുടെ ബാഗിൽ നിന്ന് ചിലപ്പോൾ 5 രൂപ എടുത്തിട്ടുണ്ടാവും എന്ന് വെച്ച് നമുക്ക് അവനെ ലോകം കണ്ട ഏറ്റവും വലിയ കള്ളനെന്ന് വിളിക്കാനൊന്നും പറ്റില്ലല്ലോ. അക്രമവാസന അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ സൈക്കോളജിക്കലി പുരുഷന്മാരിലും സ്ത്രീകളിലും ഈക്വലി ഉണ്ട്. ഇപ്പോൾ നേരത്തെ അനു പറഞ്ഞ പോലെ പ്രണയം തോന്നുന്ന ആളെ കൊല്ലുക എന്നുള്ളതല്ലല്ലോ. അപ്പം അത് എന്ത് തരത്തിലുള്ള പ്രണയമാണ് എന്നുള്ളത് നമ്മൾ വിശകലനം ചെയ്യേണ്ടിയിരിക്കും. അവരോട് മിണ്ടരുത്, ഇവരോട് മിണ്ടരുത്, പെൺകുട്ടികൾക്ക് പുരുഷ സുഹൃത്തുക്കൾ പാടില്ല, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് പെൺ സുഹൃത്തുക്കൾ പാടില്ല എന്നൊക്കെ കാമുകിമാരും കാമുകന്മാരും ഒക്കെ വാശി പിടിക്കുന്നത് അതുകൊണ്ടാണ്. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 ഈ വരുന്ന മാർച്ച് 4 വൈകുന്നേരം കൊച്ചിൻ ആൽഫ ഹൊറൈസൺ ബിസിനസ് സെന്ററിൽ. പോയ വർഷം നമ്മെ വിസ്മയിപ്പിച്ച നമ്മുടെ പ്രിയ താരങ്ങൾ ഇതാ ഒരേ വേദിയിൽ ഒരുമിച്ചെത്തുന്നു. കാത്തിരിക്കാം കാഴ്ചയുടെ കൗതുകം ഉണരും വരെ. നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ആഴങ്ങളിൽ ഇന്ന് നമ്മോടൊപ്പം ഡോക്ടർ സൈലേഷ്യ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ഹലോ, വെൽക്കം മാം. മാം ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ളൊരു സിനിമയിൽ സൈക്കോളജിസ്റ്റായിട്ട് തന്നെ മാം ഇപ്പോൾ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ സിനിമയിൽ വളരെയധികം പ്രധാനത്തോടെ പറയുന്ന ഒരു സൈക്കോളജിക്കൽ പ്രശ്നമുണ്ട്. അതായത് പ്രധാന കഥാപാത്രമായ കുഞ്ചാക്കോ ബോബൻ കടന്നു പോകുന്ന ഒരു മെൻ്റൽ ട്രോമയുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളുടെ മരണത്തോടെ നേരിടുന്ന ഒരു മെൻ്റൽ ട്രോമ. അപ്പം ഇത്തരം ട്രോമയുമായി നമ്മുടെ സമൂഹം ഇത്തരത്തിലുള്ള ട്രോമ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം എങ്ങനെയാണ് ഇത്തരത്തിൽ ട്രോമയായിട്ടുള്ള ആൾക്കാർ മാം നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഈ സിനിമയിലൂടെ ആ ഒരു വിഷയം ചർച്ച ചെയ്തപ്പോൾ എന്തായിരുന്നു മാമിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ട്രോമ പല രൂപത്തിൽ മനുഷ്യർ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഗ്രാവിറ്റി ആൾക്കാരിൽ പലതാന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു പ്രണയം നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ കുട്ടി മരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പെറ്റിനെ നമുക്ക് നഷ്ടപ്പെടുന്നത്, പ്രളയം വന്നപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പല കാര്യങ്ങളും, നമ്മുടെ വീട് ഉൾപ്പെടെയുള്ളത്, ഇതെല്ലാം ആൾക്കാരിൽ ട്രോമ ഉണ്ടാക്കാറുണ്ട്. അല്ലാതെ ഒരു മനുഷ്യരോ റിലേഷൻഷിപ്സോ മാത്രമല്ല, നമ്മൾ എന്തിനോടാണോ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് അതിനെന്തെങ്കിലും വിഘാതം സംഭവിക്കുമ്പോഴാണ് നമുക്ക് ട്രോമാസ് ഉണ്ടാകുന്നത്. മരണം അതിൽ ഏറ്റവും മാഗ്നിറ്റ്യൂഡ് കൂടിയ ഒരു ഏരിയ മാത്രമാണെന്നേ ഉള്ളൂ. പിന്നെ നിശ്ചയമായിട്ടും ക്ലിനിക്കലി നമ്മൾ സ്ഥിരമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ കാണാറുണ്ട്. കാര്യം മനുഷ്യർ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്നത് നഷ്ടങ്ങളോട് പൊരുത്തപ്പെടാനാണല്ലോ. അപ്പം അതൊരു സ്ഥിരം ക്ലിനിക്കൽ ദൃശ്യം തന്നെയാണ്. അല്ല, ഇപ്പോൾ സിനിമയിൽ അങ്ങനെ ഒരു മെന്റൽ ട്രോമയെ കുറിച്ച്, അതായത് കുഞ്ചാക്കോന്റെ കഥാപാത്രം നേരിടുന്ന മെന്റൽ ട്രോമ, അത് എങ്ങനെയായിരുന്നു? അതിൽ മാം ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായപ്പോൾ മാമിൻ്റെതായിട്ടുള്ള ചില സജഷൻസ് സ്ക്രിപ്റ്റിൽ കൊണ്ടുവരാൻ അത്തരത്തിലൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നോ? അതിനുവേണ്ടി തന്നെയാണ് സംവിധായകൻ ജിത്തു അഷ്റഫ് കാണാൻ വന്നത്. അത് അവര് വളരെ കമ്മിറ്റഡ് ആയിട്ട് വളരെ കൃത്യമായി റിസർച്ച് ചെയ്ത് പിഴവുകളില്ലാതെ അത് ചിത്രീകരിക്കണമെന്ന് അദ്ദേഹത്തിന് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. ഇനി കൂടുതൽ അവസരങ്ങൾ വരികയാണെങ്കിൽ സിനിമയിൽ ക്ലിനിക്കൽ സൈക്കോളജി തന്നെയായിട്ട്. മാം നേരത്തെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യം, അതായത് ഒരാളോട് സ്നേഹം തോന്നുമ്പോൾ അയാളെ കൊല്ലുകയാണോ വേണ്ടത് എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ് ഇപ്പോൾ സമൂഹത്തിൽ ഉയർന്നിരിക്കുന്നത്. കാരണം തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ഒരു യുവാവ് 5 പേരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആ യുവാവിന്റെ കാമുകിയുമുണ്ട്. അതിനകത്ത് യുവാവ്
പോലീസിനോട് പറഞ്ഞത് ഞാൻ ഇല്ലാണ്ടായാൽ അവൾക്ക് ആരുണ്ട് എന്നാണ് പോലീസിനോട് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സ്നേഹം തോന്നുമ്പോൾ ഒരാളെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മളുടെ ആ ഒരു യുവത്വം ആ രീതിയിലേക്ക് ചിന്തിക്കാനുള്ള ഒരു കാമുകി അനാഥയായിരുന്നില്ലല്ലോ, അനാഥയായിരുന്നില്ല. അല്ല അല്ല, അതാണ് ആ കുട്ടിയുടെ ഒരു ചിന്ത. അതെ. ഇപ്പം ഞാനില്ല എങ്കിൽ വേറെ ആരുടെയും ലൈഫിലേക്ക് അവർ പോകരുത് എന്നുള്ള ചിന്തയും ആകാലോ, അല്ലേ? അതെ. ഇപ്പൊ നേരത്തെ അനു പറഞ്ഞ പോലെ പ്രണയം തോന്നുന്ന ആളെ കൊല്ലുക എന്നുള്ളതല്ലല്ലോ. അപ്പൊ അത് എന്ത് തരത്തിലുള്ള പ്രണയമാണ് എന്നുള്ളത് നമ്മൾ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. അത് പ്രണയമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലേ. അങ്ങനെയുള്ള പ്രണയങ്ങളും ഉണ്ട്. പ്രണയം 6 തരത്തിലുണ്ട്. അത് ഈ ഇറോസ്, പ്രാഗ്മ എന്നൊക്കെ പറയുന്ന പേരുകളുള്ള, ലുഡൂസ് എന്നൊക്കെ പറയുന്ന പേരുകളുള്ള 6 തരം പ്രണയങ്ങളുണ്ട്. അപ്പൊ അതിൽ ഒരെണ്ണം വളരെയധികം പൊസസീവ്നെസ് നിറഞ്ഞതും അവർ എക്സ്ട്രീമായിട്ട് ഇമോഷൻസ് മറ്റേയാളോട് കാണിക്കുന്നതും മറ്റേയാളുടെ സ്വാതന്ത്ര്യത്തിനെ നിയന്ത്രിക്കുന്ന വിധത്തിലുള്ള ഒരു ഫ്രെയിമിൽ മറ്റേയാളെ നിർത്താൻ ശ്രമിക്കുന്നതുമായ ടോക്സിക്കായ ഒരു പ്രണയമാണ്. അപ്പം അങ്ങനെയുള്ളൊരു പ്രണയം കുറച്ച് സംശയപ്രകൃതവും കൂടിയുള്ള പേഴ്സണാലിറ്റിയിൽ ഒരാൾക്കാണ് ഉള്ളതെങ്കിലാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുക. അല്ലാതെ പ്രണയിക്കുന്ന എല്ലാവരും ഇങ്ങനെയല്ല. ഇപ്പം അങ്ങേയറ്റം ഉദാത്തമായ എഗേപ്പ് എന്ന് പറയുന്ന ഒരു പ്രണയത്തിൽ മറ്റേയാളുടെ നന്മ മാത്രം ആഗ്രഹിച്ചിരിക്കുന്ന, അവരെ അങ്ങനെ പ്രണയിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മളുടെ സൊസൈറ്റിയുടെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് അല്ലാത്തതെല്ലാം വൈറ്റ്, വൈറ്റ് അല്ലാത്തതെല്ലാം ബ്ലാക്ക് എന്ന് പറയുന്ന 2 കാറ്റഗറിയേ ഉള്ളൂ എന്നുള്ള നമ്മുടെ ചിന്താഗതിയിലാണ് മാറ്റം വരേണ്ടത്. നമ്മൾ കുറച്ചും കൂടെ ഒരു കൺക്ലൂഷനിലേക്ക് എടുത്ത് ചാടാതെ ഇതിനെ പറ്റിയൊക്കെ കുറച്ചൊന്ന് കാര്യമായിട്ട് വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വളരെ അധികം ജഡ്ജ്മെന്റ്സ് കുറയ്ക്കും. അല്ല, ഈ റിലേഷൻഷിപ്പില് പ്രത്യേകിച്ചും ഈ പെൺകുട്ടികൾ ഈ എന്താണ് സ്നേഹം, എന്താണ് പ്രണയം എന്ന് അവർക്ക് ശരിയായിട്ടുള്ള പ്രണയം എന്താണെന്ന് അവർക്ക് ഒരു വിവേചന ബോധമുണ്ടല്ലോ. അത് പലപ്പോഴും ഇപ്പൊ ഒരു സ്ത്രീധന മരണത്തില് ആ പെൺകുട്ടി ഫ്രണ്ട്സിനോട് പറയുന്നത്, അതായത് അദ്ദേഹത്തിന് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് എന്നിൽ ഒരുപാട് റെസ്ട്രിക്ഷൻ വെക്കുന്നത്, ഞാൻ പലരോടും സംസാരിക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല, ഏട്ടൻ എന്നെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ ഏട്ടൻ നിരന്തരമായി ഉപദ്രവിക്കുന്നു, അതെല്ലാം ഇഷ്ടം കൊണ്ടാണെന്നാണ് ആ കുട്ടി വിശ്വസിക്കുന്നത്. ആ കുട്ടി അങ്ങനെയാണ് വിശ്വസിപ്പിക്കുന്നത്, സമൂഹം അല്ല ഈ പറയുന്ന ഏട്ടൻ. അതായത് വളരെ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികള് അവരുടെ പാർട്ട്ണറിനെ, പ്രത്യേകിച്ച് അവർ വൾണറബിൾ ആണെങ്കിൽ, ഇത് എല്ലാവരുടെ അടുത്തും ഇത് വർക്കാവില്ല. ചില ആൾക്കാർ ഇത് മനസ്സിലാവുന്ന ദിവസം പെട്ടിയെടുത്ത് സ്ഥലം വിടും. അപ്പൊ ഇത് എല്ലാവരുടെ അടുത്തും വർക്കാവുന്ന ഒരു സാധനമല്ല. അപ്പം ഇത്തരം വൾണറബിലിറ്റി ഉള്ള കുട്ടികളിൽ അത് വർക്കാവും. ഈ വൾണറബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നാർസിസ്റ്റിക് ആയ വ്യക്തിത്വമുള്ളവർക്ക് വളരെ നന്നായിട്ട് അറിയാം. അപ്പൊ അങ്ങനെയുള്ളവർ ഇവരെ അവർക്ക് കൂടെ ചിന്തിക്കാനുള്ളത് ഇവർ പഠിപ്പിക്കും. ആ കോച്ചിങ്ങിനെയാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. സി, അതേഴ്സ് ഒപ്പീനിയൻ ഡസൻറ്റ് മേക്ക് യുവർ റിയാലിറ്റി. പക്ഷെ ഇവരുടെ കേസിൽ ഇവർക്ക് വിശ്വസിക്കാനുള്ളതും കൂടെ മറ്റേയാൾ സപ്ലൈ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും. പിന്നെ പലപ്പോഴും പെൺകുട്ടികൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം, ഞാൻ സ്നേഹം കൊണ്ട് മറ്റേയാളെ മാറ്റൂ എന്നുള്ളതാണ്. അതെ. കാരണം ഇവരുടെ റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ ഇവർക്ക് ലവ് ബോംബിങ് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. അങ്ങേയറ്റമുള്ള കെയറിങ്ങും ഒരു സെക്കൻഡ് പോലും ബ്രേക്ക് ആവാതെയുള്ള കമ്മ്യൂണിക്കേഷനും. അപ്പൊ സദാ പരസ്പരം ഇൻഫോംഡ് ആയിരിക്കുന്ന അവസ്ഥയൊക്കെ വരുമ്പോൾ ഇതൊരു പിങ്ക് ക്ലൗഡാണ് അവരെ സംബന്ധിച്ച്. അപ്പൊ അവരങ്ങനെ അവർ ചിലപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ഇരുന്ന് കാണില്ല. അപ്പൊ സ്ഥിരമായിട്ട് ജീവിതത്തിൽ ഇതായിരിക്കും നടക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവരിയ്ക്കുന്നത്. പക്ഷെ ഇത് മോമെന്റ് ഇവരുടെ ഈ അമീബയൊക്കെ പിടിക്കുന്ന പോലെ ഇവരുടെ ഒരു എൻഗൾഫിങ് സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് ഈ സ്നേഹം അങ്ങ് വിഡ്രോ ചെയ്യും. ഇപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരുന്ന ഇഷ്ടമുള്ള രസമുള്ള ഒരു കാര്യം പെട്ടെന്ന് ഒരാൾ വിഡ്രോ ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ക്രേവിങ് വരും അല്ലേ? അപ്പോൾ നിങ്ങൾ അത് കിട്ടാൻ വേണ്ടി അവർ പറയുന്ന എല്ലാം ചെയ്യും, അടുത്ത സ്റ്റെപ്പ് അനുസരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ അനുസരിച്ച് കുറേ ടോർച്ചേഴ്സ് സഹിച്ചു കഴിയുമ്പം ഒരു ദിവസം പെട്ടെന്നൊരു ലവ് ബോംബിങ് ഉണ്ടാവും. അപ്പോൾ അവർ വിചാരിക്കും ഇതോടുകൂടി എല്ലാം തീർന്നു. ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ സൈക്കിളുകൾ കഴിയുമ്പോഴേക്കും ചിലപ്പം കൊല്ലം 10 കഴിഞ്ഞാണ്. അപ്പോഴായിരിക്കും തിരിച്ചറിവൊക്കെ മനുഷ്യർക്ക് വരുന്നത്. അപ്പോൾ അതിനിടയിൽ ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാകാം, അബ്യൂസ് ഉണ്ടാകാം, ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനിടയിൽ ഉണ്ടാകാം. ഇവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ഇൻപുട്ട് കിട്ടുന്നത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വ്യക്തികൾ അവരുടെ എല്ലാ സോഷ്യൽ റിലേഷൻഷിപ്സിനെയും കട്ട് ചെയ്യും. അതുകൊണ്ടാണ് അവരോട് മിണ്ടരുത്, ഇവരോട് മിണ്ടരുത്, പെൺകുട്ടികൾക്ക് പുരുഷ സുഹൃത്തുക്കൾ പാടില്ല, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് പെൺ സുഹൃത്തുക്കൾ പാടില്ല എന്നൊക്കെ കാമുകിമാരും കാമുകന്മാരും ഒക്കെ വാശി പിടിക്കുന്നത് അതുകൊണ്ടാണ്.
ഇപ്പോൾ അവനവനിൽ കോൺഫിഡൻസ് ഉള്ള മറ്റേയാളിൽ വിശ്വാസമുള്ള ഒരാൾക്ക് ഇത്തരം വാശികളുടെ ആവശ്യമില്ല. അവർ നമ്മളെല്ലാവരും സോഷ്യൽ ജീവികളാണെന്നുള്ള തിരിച്ചറിവിൽ എല്ലാവരെയും ഉൾക്കൊണ്ട് ഒരു എന്താ പറയുക സഹവർത്തിത്വത്തിൽ ജീവിക്കാനായിരിക്കും ശ്രമിക്കുക. പക്ഷെ ഇവിടെ മറിച്ചാണല്ലോ കാര്യങ്ങൾ. മാം ഇപ്പൊ ഈ റിലേഷൻഷിപ്പിൽ ഈ ഉണ്ടാകുന്ന നിരന്തരമായിട്ട് ഈ വാർത്തകൾ വരുന്ന ഈ മരണം, കൊലപാതകം, എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണോ എന്നറിയില്ല. ഇപ്പൊ പെൺകുട്ടികൾക്ക് വിവാഹത്തോട് തന്നെ ഒരുതരം വിമുഖതയാണ്. ആൺകുട്ടികൾക്കും അതെ. അതായത് ഈ ഞാൻ അറിഞ്ഞത് ഒരു വാർത്തയിൽ വന്നത് ഈ പ്രത്യേകിച്ച് ഈ കേരളത്തിന്റെ വടക്കൻ മേഖലകളില് പെൺകുട്ടികളെ കിട്ടാത്തതുകൊണ്ട് ഈ പല ആണുങ്ങളും ആദിവാസി ഊരുകളിൽ പോയി പെണ്ണുങ്ങളെ കിട്ടുന്നു എന്നുള്ളതാണ്. ചിലര് കർണാടകയിൽ പോകുന്നു അല്ലെ, ചിലര് തമിഴ്നാട്ടിലേക്ക് പോകുന്നു. അതായത് വാസ്തവമാണ്. അതായത് ഇനിയിപ്പോ ഒരു ഫ്യൂച്ചറിൽ ഈ വിവാഹം എന്നുള്ള ഈ സമ്പ്രദായം തന്നെ പതിയെ പതിയെ ഇല്ലാതാവുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലേ? ഇല്ലാതായേക്കാം. നമുക്ക് അത് ഒന്നും പറയാൻ പറ്റാത്ത ഒരു ഈ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു റോക്കറ്റിന്റെ വേഗതയിൽ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ പോസിറ്റീവ് കാര്യങ്ങളോടും നെഗറ്റീവ് കാര്യങ്ങളോടും ഒരുപോലെ പൊരുത്തപ്പെടാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ശരിടാ, ഒരു ബിൽഡിംഗ് പോലും നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പോകുമ്പോൾ ചിലപ്പോൾ അവിടെ ആ ബിൽഡിംഗ് ഉണ്ടായിരുന്നിരിക്കില്ല. ഞാൻ പറഞ്ഞത് ഒരു സ്ട്രക്ചർ തൊട്ട് ഫങ്ഷൻ തൊട്ട് ഒരു തിയറി തൊട്ട് മനുഷ്യരുടെ സ്വഭാവവും സൈക്കിയും എല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം മനുഷ്യർ ഉണർന്നിരിക്കുന്ന സമയത്തിന് വരെ ഇപ്പം നമ്മുടെ നഗരത്തിൽ മാറ്റം വന്നു കഴിഞ്ഞു അല്ലേ? പണ്ട് നമ്മൾ 9 മണി കഴിഞ്ഞാൽ 10 മണി കഴിഞ്ഞാൽ പ്രശ്നം എന്നൊക്കെ പറയും. നമ്മളിപ്പോൾ 1 മണിക്കൊക്കെ ഉള്ള ട്രാഫിക് ബ്ലോക്ക് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാർ വളരെ സ്വതന്ത്രരായിട്ട് ചിന്തിക്കാനും സഞ്ചരിക്കാനും ഉള്ള സമയം ഉപയോഗിക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നു. 2 കാര്യങ്ങൾ ഇതിലേക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രളയം വന്നപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ഈ ഫിസിക്കലി ഭൗതികമായിട്ട് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും യാതൊരു നിശ്ചയവും അല്ലെങ്കിൽ ഉറപ്പും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കോവിഡ് വന്നപ്പം നമുക്ക് തന്നെ യാതൊരു ഉറപ്പില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഈ 2 കാര്യങ്ങളും മനുഷ്യരെ ജീവിതം കുറച്ചുകൂടെ ഓപ്പണായിട്ട് ആസ്വദിക്കുന്നതിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നാണ് മനഃശാസ്ത്രപരമായിട്ട് എനിക്ക് തോന്നുന്നു. മാം ഇപ്പൊ മിടുക്കി എന്ന റിയാലിറ്റി ഷോ, അതായത് ആ ഷോയിലെ മാമിന്റെ ജൂറി ആയിട്ടിരുന്ന എനിക്ക് തോന്നുന്നു ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു പോപ്പുലാരിറ്റിയിലേക്ക് മാം എത്തിയത് ആ ഷോയിലൂടെ. അതെ അതെ അതെ. ആ ഷോയിൽ എൻ്റെ ആങ്കർ റീമ കല്ലിങ്കൽ, അതുപോലെ തന്നെ അംബിക പിള്ള, വളരെ എമിനൻ്റ് ആയിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റീസ് ആ ഷോയിലുണ്ടായിരുന്നു. ആ ഷോയിലൂടെ നമുക്കിപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഓരോ ഇൻസൈറ്റ്സ് കിട്ടുമല്ലോ. ഈ ഷോയിലൂടെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിലും ഒരു വ്യക്തി എന്നുള്ള നിലയിലും മാമിന് കിട്ടിയ ഒരു ഇൻസൈറ്റ്സ് എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു ഒരുപാട് നമ്മുടെ സൊസൈറ്റിയിൽ ചേഞ്ച് വരുത്തിയ ഒരു ഷോ ആണത്. അത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോഴും പ്രായഭേദമന്യേ ആൾക്കാർ നമുക്ക് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് തരാറുണ്ട്. ഇപ്പം അന്ന് 15 വയസ്സുള്ള കുട്ടികൾ ഇപ്പം ഇടുക്കി കഴിഞ്ഞിട്ട് ഏകദേശം 10 വർഷക്കാലമായി എന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ അന്ന് 15 വയസ്സുള്ള ഇന്ന് 25 വയസ്സുള്ള കുട്ടികൾ നമ്മളെ കാണുമ്പോൾ ഞാനത് കാണുമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ 40 years ഉള്ള അന്നത്തെ 25 വയസ്സുകാരികളോ ഒക്കെ കാണുമായിരുന്നു എന്ന് പറയുന്നത്. ഇത് യങ് ജനറേഷൻ്റെ കാര്യം. പക്ഷേ 60-ന് മുകളിൽ പ്രായമുള്ള റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പം നമ്മൾ ചില സ്ഥലത്തൊക്കെ ക്ലാസ്സസ് ഒക്കെ എടുക്കാൻ പോകുമ്പം ഈ പ്രിൻസിപ്പൽസ്, ജഡ്ജസ്, അവർ അങ്ങനെ കുറേ കാറ്റഗറി ആൾക്കാർ ഇത് സ്ഥിരമായിട്ട് കണ്ടിരുന്നു. അപ്പം അവരുടെ ഫീഡ്ബാക്സ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ കണ്ടുമെടുത്ത രീതികളിൽ നിന്നും ഒരു ബ്രേക്ക് വന്ന് നമ്മൾ കുറച്ചും കൂടി ഒന്ന് നമ്മളെ എലിവേറ്റ് ചെയ്യുന്ന സ്വതന്ത്ര ചിന്താഗതിയിലേക്ക് നീക്കുന്ന, അല്ലെങ്കിൽ പല കാര്യങ്ങളെയും പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെൻ്റ് ആവട്ടെ, ഫാഷൻ ആവട്ടെ, സംസാരിക്കാനുള്ള എബിലിറ്റീസ് ആവട്ടെ, എല്ലാത്തിനെയും കുറച്ചുകൂടി ഓപ്പണായിട്ട് കാണുന്ന ഒരു സൊസൈറ്റി ആയിട്ട് മാറ്റാനായിട്ട് ആ ഷോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഈ പൊതുവെ ഈ പെൺകുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റിയാലിറ്റി ഷോ വരുമ്പോൾ, പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ റിയാലിറ്റി ഷോ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർക്ക് ഒരു കുക്കിങ്ങിന്റെ ഒരു കാറ്റഗറി കാണും. പക്ഷെ മിടുക്കിയിൽ അങ്ങനെ കുക്കിങ്ങിന്റെ ഒരു കാറ്റഗറി ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അത് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരുന്നു. കാര്യം പെൺകുട്ടികളാണെന്ന് വെച്ചാൽ അവർ കുക്കിംഗ് മാത്രം ചെയ്യാൻ ഇന്റന്റ് ചെയ്യാന്നുള്ളൊരു സാധനമില്ല. പക്ഷെ അതിൽ ചില ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഇങ്ങനെ ഇപ്പൊ തീപ്പെട്ടിയുടെ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള വസ്തുക്കളുടെ ഉപയോഗം, അതവരുടെ ബുദ്ധിക്ഷമതയും അല്ലെങ്കിൽ അവരുടെ ഒരു പ്ലാനിങ് എബിലിറ്റിനെയൊക്കെ ചെക്ക് ചെയ്യുന്ന വിധത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വളരെയധികം ചർച്ചകളും പ്ലാനിങ്ങും അതിൻ്റെ ഓരോ റൗണ്ട്സും ഡിസൈഡ് ചെയ്യുന്നതിലേക്ക് പോയിട്ടുണ്ട്.
അങ്ങനെയാണ് ആ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഏറ്റവും നമുക്ക് രസകരമായി തോന്നിയിട്ടുള്ളത് സാബുമോനും അതുപോലെ തന്നെ മാല ചേച്ചിയൊക്കെ ഉള്ള സ്ട്രെസ് ഇന്റർവ്യൂ റൗണ്ടാണ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു യൂട്യൂബില് വളരെയധികം അതിന്റെ ഇൻസ്റ്റാഗ്രാമിലും ഷോർട്സും ഒക്കെ ഒരുപാട്. അത് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി എന്ന് നോക്കി പൊട്ടക പക്ഷി എന്ന് പറയുന്ന ആ മറുപടിയൊക്കെ അതെ അതെ ആ റൗണ്ട് മാം ആണല്ലേ ഡിസൈൻ ചെയ്തത്. അതെ, അത് നമ്മൾ അതിന്റെ സംവിധായകനായിട്ടുള്ള സതീഷ്, അവിടെ ചാനലിൽ തന്നെ പ്രൊഡ്യൂസർ എന്നാ പറയാം, സതീഷുമായിട്ട് ഞാനിങ്ങനെ ഒരു സ്ട്രെസ് ഇന്റർവ്യൂവിന്റെ കാര്യം ആദ്യമായിട്ട് സംസാരിച്ചപ്പം പുള്ളി പറഞ്ഞു അത് ആക്സെപ്റ്റ് ചെയ്യോ ആൾക്കാർ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. നമ്മൾ ശരിക്കും ഈ സ്ട്രെസ് ഇന്റർവ്യൂ കൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങളോട് ആൾക്കാർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ വേറെ ഏതെങ്കിലും രീതിയിൽ ടോണ്ടിയോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ ഭാഗമാകുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ലീവ് ചെയ്യുന്ന ഒരു അസർട്ടീവ്നെസ്സിലേക്ക് നിങ്ങൾ എത്തണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മളത് പ്ലാൻ ചെയ്തത്. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം സാബുവിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റും സാബുവിൻ്റെ ചോദ്യം ചോദിക്കുന്ന രീതികളൊക്കെ ഭയങ്കര രസകരമായിരുന്നു. പിന്നെ സാബു ലോ കോളേജിൽ പഠിച്ച ആളാണ്, അപ്പം അതിൻ്റെതായ കുറേ കാര്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഇവർ വേറെ രീതിയിൽ രസകരമായ ഉത്തരം പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ അത് ബെറ്റർ ആവുകയാണ് ചെയ്തത് ആ റൗണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് രമ്യ എന്ന് പറഞ്ഞൊരു കുട്ടി നമ്മുടെ നാട്ടിലുള്ള ഒരു സൂപ്പർ ഹീറോ, ക്വിക്കായിട്ട് അവള് മായാവി എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം അങ്ങനെയും ഉത്തരങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആ റൗണ്ട് വളരെ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് എലിവേറ്റഡ് ആവുകയാണ് ചെയ്തത്. മാം ഇപ്പോൾ അംബിക പിള്ള മാം ഇപ്പോൾ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ്, പക്ഷേ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഇപ്പോൾ മാമിന്റെ ഓരോ വാക്കുകളും അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആവുമായിരുന്നു. അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അംബിക മാം. അദ്ദേഹം മാമുമായിട്ടുള്ള ഒരു എങ്ങനെയായിരുന്നു കോൺവെർസേഷനും അതുപോലെ തന്നെ മാമുമായിട്ടുള്ള ഒരു ഇടപെടലിൽ എന്തൊക്കെ കാര്യങ്ങൾ? നമുക്ക് നമ്മുടെ ഒരു കോളേജ് കാലവും അല്ലെങ്കിൽ സ്കൂൾ കാലവും അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലവും കഴിഞ്ഞിട്ടുള്ള ഒരു പ്രായത്തിൽ നല്ല സുഹൃത്തുക്കളെ കിട്ടിയ ഒരു സമയമായിരുന്നു അത്. ഇപ്പം ഞങ്ങള് 4 പേരുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്, ഞങ്ങൾ ഇപ്പോഴും മീറ്റ് ചെയ്യാറുണ്ട്. അത് ആ ഒരു സൗഹൃദത്തിന് യാതൊരു ഇതും സംഭവിച്ചിട്ടില്ല. വളരെ രസമായിട്ട് ഞങ്ങളെല്ലാവരും തമ്മിലുള്ള ആ ഒരു സൗഹൃദം വളരെ നന്നായിട്ട് ഇപ്പോഴും തുടരുന്നു. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലും സപ്പോർട്ട് ചെയ്യുകയും ഈ സ്ത്രീകൾക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോഴും തുടരുകയാണ്. റിമയുമായിട്ടും എല്ലാവരുമായിട്ടും, റിമയും ശാലിനിയും അംബികയും ഞാനും ഉള്ളൊരു ഗ്രൂപ്പാണ് ഉള്ളത്. റിമ എനിക്ക് തോന്നുന്നു ആങ്കർ ആയിട്ടുള്ള ഒരു ഷോ ആയിരുന്നു അത്. അന്ന് റിമ മലയാള സിനിമയിൽ കത്തി നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. അപ്പം ഈവൻ റിമയുടെ കോസ്റ്റ്യൂംസ് ഒക്കെ ഭയങ്കര ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറിയ ഒരു സമയമായിരുന്നു അത്. ഈ ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അതിനെ കുറിച്ചുള്ള ചർച്ചകൾ കാര്യമായിട്ടില്ല. എല്ലാവരും ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്, അതിനിപ്പോ നമ്മൾക്ക് അതിപ്പോ ഇന്നതായിരിക്കണം എന്ന് നമുക്ക് അങ്ങനെ ബ്രാക്കറ്റ് ഇട്ടോ കോമയിട്ടോ പറയാൻ പറ്റില്ല. നമുക്ക് ഇന്നതായിരിക്കണമെന്നും ഇന്നതായിരിക്കരുതെന്നും പറഞ്ഞാൽ കുറെയൊക്കെ അങ്ങോട്ട് എത്താൻ പറ്റും. ഇപ്പൊ ഈയിടെ മാതൃഭൂമിയുടെ MBFIL അതിനകത്ത് ബന്ധങ്ങൾ ടോക്സിക് ആകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എഴുത്തുകാരിയായിട്ടുള്ള രാജശ്രീ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ടോക്സിക് റിലേഷൻഷിപ്പ് ഫേസ് ചെയ്ത ആളെന്നുള്ള രീതിയിൽ റാബിയ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, വിശ്വനാഥൻ സാറാണ് അത് ഷെയർ ചെയ്തത്. ആ പ്രോഗ്രാം കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരിക്കലും ഇത്രയും ഓഡിയൻസ് ഈ പ്രോഗ്രാം കാണാൻ വരുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് അറിയാനായിട്ടുള്ള ആഗ്രഹവും അതിനെപ്പറ്റി ചർച്ച ചെയ്യാനുള്ള സന്നദ്ധതയും ഇപ്പൊ ജനങ്ങളിലുണ്ട്. അപ്പം അവിടെ ഇരുന്ന കുട്ടികളിൽ പലരും, എനിക്ക് തോന്നുന്നു മിക്കവരും 20 വയസ്സിൽ താഴെയുള്ളവരാണ്. പിന്നെയാണ് കുറച്ച് മുതിർന്ന ആൾക്കാർ ഉള്ളത്. ഈവൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും, ഹൈസ്കൂളിലൊക്കെ ആയിട്ടുള്ള കുട്ടികൾ പോലും നമുക്ക് കാണാമല്ലോ. ഓഡിയൻസിനെ നോക്കുമ്പോൾ ഇഷ്ടംപോലെ കുട്ടികൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിതിൻ്റെ 2 സൈഡും പറയുക എന്നുള്ളത് തന്നെയാണ്. ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആരും ആരെയും കൺട്രോൾ ചെയ്യില്ല. അതാണ് ഫസ്റ്റ് തിങ്. The moment you start controlling the other person will start hating you. അപ്പം എന്തിനാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്? അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു സെക്യൂർ സ്പേസിലായിരിക്കണം, അല്ലാതെ നിങ്ങളൊരു എഡിറ്റിംഗ് ടേബിളിലല്ല ടു കീപ് ചേഞ്ചിങ് ഫോർ ദി അതർ പേഴ്സൺ.
ഈ നമ്മൾ ഈ വാർത്തകൾ കാണുമ്പോൾ ഈ കൂടുതലും ഈ കൊലപാതകം നടത്തുന്നത് ഈ യുവ തലമുറയിലുള്ളവരാണ്. പ്രത്യേകിച്ചും ഈ 20 വയസ്സിൽ താഴെയുള്ള 25 വയസ്സിൽ താഴെ ഉണ്ടോ? അല്ല, ഇപ്പൊ സമീപകാലത്ത് നടത്തുന്ന കൊലപാതകങ്ങള്, അതിനകത്ത് ഈ കൊലപാതകം നടത്തിയ കുട്ടികൾ പലരും ഈ വ്യാപകമായിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്നവരാണ്. ഇപ്പൊ ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ തന്നെ അതിനകത്ത് വില്ലന്മാരുടെ ഗ്യാങ് അവര് ഭയങ്കരമായിട്ട് ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഇതൊക്കെ ഇവർക്ക് എവിടെ നിന്നാ കിട്ടുന്നതെന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. അത് ഒന്നാമത്തെ ചോദ്യം. പ്രത്യേകിച്ചും ഈ സ്കൂൾ കുട്ടികള്, +2 ലെവലിലുള്ള കുട്ടികളൊക്കെയാണ് ഈ ഡ്രഗ് കൂടുതലായിട്ട് കൺസപ്ഷൻ നടക്കുന്നത്. ഈ പലരും പറയുന്നത്, ഇപ്പൊ ഈ എഴുത്തുകാരൊക്കെ പറയുന്നുണ്ട്, കുറച്ച് നല്ല കഞ്ചാവ് അടിക്കപ്പോ നല്ല നല്ല സർഗാത്മകമായിട്ടുള്ള ഓരോ സംഭവങ്ങൾ വരും എന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പൊ ഈ ഒരു കൊലപാതകത്തിലേക്ക് ഇവരെ എത്തിക്കുന്ന ഒരു ഡ്രഗ് കൺസപ്ഷൻ, അത് ഏത് രീതിയിലുള്ള ഡ്രഗ്സ് ആണ് ഇവർ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്? അത് സിന്തറ്റിക് കെമിക്കൽ ഡ്രഗ്സ് ആണ് അത്തരം കാര്യങ്ങളിൽ ദോഷകരമായിട്ട് വർക്ക് ചെയ്യുന്നത്. മറ്റ് പല ലഹരി വസ്തുക്കളും ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് തന്നെ വിൽക്കുന്ന ലഹരി വസ്തുക്കളുണ്ട്. അതല്ലാണ്ടുള്ള മരുന്ന് ചികിത്സയിലൊക്കെ ഉപയോഗിക്കുന്ന തരം ലഹരി വസ്തുക്കളൊക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ ഒരു തരത്തിലും നിൽക്കാൻ പറ്റാത്ത, എന്തായിരിക്കും റെസ്പോൺസ് എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, എന്താ പറയുക, രസതന്ത്രം ഉള്ള, അതായത് കെമിക്കലി സിന്തസൈസ് ചെയ്തിട്ടുള്ള ഡ്രഗ്സ് ആണ് ഏറ്റവും അപകടകരം. കാര്യം ഇത് ഉപയോഗിക്കുന്ന ആൾക്ക് പോലും അയാൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ചിലപ്പോൾ അയാൾ അത് അത്ര അവെയർ ആണോ എന്ന് പോലും അറിയാൻ പറ്റില്ല. ഇതിന്റെ ഒരു ഇഫക്റ്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അവരത് റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ പല ഡ്രഗ്സും നിങ്ങൾക്കുള്ളതിനേക്കാൾ 100% പവർ ഉള്ളവരാണ് നിങ്ങളെന്നുള്ള തോന്നൽ ഉണ്ടാക്കിക്കാം. പക്ഷെ നിങ്ങളിലേക്ക് ആ പവർ വരുമ്പോൾ നിങ്ങൾക്കൊരാളോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പവറിനെ നേരായ മാർഗത്തിലായിരിക്കില്ല ഉപയോഗിക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ബ്രെയിനിനെ ഇത്തരം ഡ്രഗ്സ് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഒരു തരത്തിലും നമ്മുടെ നിയന്ത്രണത്തിലല്ല. പിന്നെ ചില കോൺസ്പിറസി തിയറീസ് ഒക്കെ വായിക്കുമ്പോൾ ഇപ്പം ഇന്ത്യയിലെ ആണ് ഏറ്റവും കൂടുതൽ യങ് ജനറേഷൻ ഉള്ളത്. ഈ യങ് ജനറേഷന് ഫുള്ള് ഡ്രഗ് കൊടുത്ത് ഒരു വിധത്തിലാക്കിയാൽ ഇന്ത്യയുടെ പുരോഗതി തടയാൻ പറ്റും. അങ്ങനെ ഒരു സോഷ്യൽ ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ ഒരു കോൺടെസ്റ്റ് കൂടി ഇതിനുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്രയധികം കൺസംഷൻ, ഇത്രയധികം സെല്ലിങ് എന്നൊക്കെ ആലോചിക്കുമ്പോഴേ പലരും പല പല അഭിപ്രായങ്ങൾ എഴുതിയ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായം കൂടെ ഞാൻ വായിക്കാനിടയായി. പിന്നെ പുതിയ ജനറേഷൻ കുട്ടികൾ എക്സൈറ്റ്മെന്റ് കൂടുതലായിട്ട് അന്വേഷിക്കുന്നവരായിരിക്കും. അതിപ്പോൾ പുതിയ ജനറേഷൻ ആയതുകൊണ്ടല്ല, അവരുടെ പ്രായം അതായതുകൊണ്ടാണ്. ഇപ്പം നമ്മളുടെ യങ് ജനറേഷനിലും അല്ലെങ്കിൽ നമ്മളുടെ പേരൻറ്റിൻ്റെ യങ് ജനറേഷനിലും അവരിതേ എക്സൈറ്റ്മെന്റ് അന്വേഷിച്ച് കാണും. പക്ഷെ അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്നുകൊണ്ട് ഒന്നും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അവരാരും നമ്മളിൽ നിന്ന് വളരെ തീർത്തും വിഭിന്നരായ വേറൊരു രീതിയിലുള്ള ആൾക്കാരൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നും ഈ ഡ്രഗ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അന്ന് ഇതിന്റെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ സാഹചര്യമായി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഫോണിലേക്ക് നിങ്ങൾക്ക് എന്ത് വിവരം വേണമെങ്കിലും കൊണ്ടുവരാനും തിരിച്ചയക്കാനും പറ്റും. അന്ന് കമ്മ്യൂണിക്കേഷനുള്ള സാധ്യതയാണ് കുറഞ്ഞിരുന്നത്. അതുകൊണ്ടായിരിക്കും പെഡലിംഗ് ഒക്കെ കുറേയും കൂടെ ലിമിറ്റഡ് ആൾക്കാരിലേക്ക് വന്നത്. പിന്നെ എല്ലാവർക്കും ഇത് വാങ്ങണമെങ്കിൽ ചെറിയ പൈസയൊന്നും അല്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ സൊസൈറ്റിയിൽ മാറ്റം വന്നില്ലേ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഭീകര റോക്കറ്റ് വേഗതയിലാണ് നമ്മുടെ സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചേഞ്ചൊക്കെ ഇതിനെല്ലാം ഒരു കാറ്റലിസ്റ്റായിട്ട് വർക്ക് ചെയ്ത് കാണും. ഇപ്പോൾ ഈ കൊലപാതകം നടന്നപ്പോൾ ഞാൻ മറ്റേ വെഞ്ഞാറമൂട്ടിലെ കൊലപാതകം ഞാൻ ന്യൂസ് ചാനൽ വെച്ച് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു ന്യൂസ് ചാനലിലെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു, മാർക്കോ എഫക്റ്റ് കൊലപാതകം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ തലക്കെട്ട് കണ്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഈ മാർക്കോ സിനിമ കണ്ട് അതിന് ഇൻസ്പിറേഷൻ കയറി ഈ കുട്ടി കൊന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെയല്ല സംഭവം. അപ്പോൾ ഇപ്പൊ മാർക്കോ സിനിമയിൽ അങ്ങനെ ആരും മാല ചോദിക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാധനം ഇല്ലല്ലോ. അല്ല, അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി. അപ്പോൾ ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ പലപ്പോഴും ഇങ്ങനെ ദൃശ്യം മോഡൽ കൊലപാതകം, മാർക്കോ എഫക്റ്റ് കൊലപാതകം, ആ രീതിയിലുള്ള തലക്കെട്ടുകള് മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ സിനിമകള് പല രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഈ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഈ സിനിമയ്ക്ക് ശേഷമല്ല മനുഷ്യരും സൊസൈറ്റിയിലെ കാര്യങ്ങളാണ് സിനിമയായിട്ട് മാറുന്നത്. അപ്പൊ സൊസൈറ്റിയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് നമുക്കിത് സിനിമയിൽ കാണാൻ പറ്റുന്നത്, തിരിച്ചല്ല. ഇപ്പൊ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ പരിഹരിക്കണം എന്നറിയാതെ വരുമ്പോൾ ഏറ്റവും സൗകര്യമുള്ളൊരു കാര്യം എന്താണ്? ബ്ലെയിമിങ് അല്ലേ?
ഇപ്പം ഒരു കുട്ടി വന്നൊരു പ്രശ്നം പറയാണ്, അപ്പം നമുക്കറിയില്ല അതെങ്ങനെ പരിഹരിക്കണമെന്ന്. ഉടനെ നമ്മൾ നീ എന്തിനാ അങ്ങനെ ചെയ്തേ എന്ന് പറഞ്ഞ് കുട്ടിയെ കുറ്റപ്പെടുത്തുന്ന അതേ മനോഭാവമാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് സിനിമയിലേക്ക് ആരോപിക്കുന്നത്. സിനിമ കാണാത്ത, ജീവിതത്തിൽ സിനിമ കാണാത്ത എത്രയോ അതിഭീകരമായ ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ക്രിമിനൽസ് നമ്മുടെ ജയിലുകളിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓവർ ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെയുള്ള തലക്കെട്ടുകളൊക്കെ ഒഴിവാക്കണം. മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ കൊടുക്കരുത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പിന്നെ ഈ സിനിമ കാണുന്ന എല്ലാവർക്കും ഒരേ മാനസികാരോഗ്യം അല്ലല്ലോ. അതെ. അപ്പം ഇപ്പം നിങ്ങളൊരു പെർട്ടിക്കുലർ ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങുന്നു, നിങ്ങളുടെ ഡ്രസ്സിനെയോ നിങ്ങൾ പുറത്തിറങ്ങിയ സമയത്തിനെയോ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ ഏത് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു ആ സമൂഹത്തിൽ നല്ല മനുഷ്യരോ ചീത്ത മനുഷ്യരോ നമുക്കറിയില്ല, മാനസികമായ ലൈംഗികമായ വൈകൃതങ്ങളുള്ള മനുഷ്യരും കാണും. അപ്പം ഇതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അത്തരം പ്രശ്നങ്ങളെ മാനസികാരോഗ്യത്തിന് ഇമ്പ്രൂവ് ചെയ്യുന്നതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ഈ അസമയത്തിനെ, വസ്ത്രധാരണത്തിനെ, സൊസൈറ്റീനെ, സ്ത്രീകളെ അല്ലെങ്കിൽ പുരുഷന്മാരെ നല്ലത് മോശം എന്നൊക്കെ പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ? അപ്പോൾ ലെറ്റ് us focus on creating more mental health, identify mental health problems, get them treatment, prevent mental health issues. ഈ ഒരു മോഡലാണെങ്കിൽ കുറെ കൂടെ നല്ലതായിരിക്കില്ലേ? ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോരാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആ സ്വാതന്ത്ര്യം ഇല്ലാതാവുമ്പോഴാണ് ആ കുട്ടി കഷായം കൊടുത്ത് കാമുകനെ കൊന്നത്. ആ റിലേഷൻഷിപ്പിൽ നിന്ന് ആ കുട്ടിക്ക് ഇറങ്ങാൻ പറ്റിയില്ല, കാമുകൻ ബ്ലാക്ക് മെയിൽ ചെയ്തു, അപ്പോൾ കഷായം കൊടുത്ത് കൊല്ലേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആ കുട്ടി പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു, എല്ലാത്തിനും നല്ല സ്മാർട്ടായിരുന്നു എന്ന് പോലീസുകാർ തന്നെ പറഞ്ഞു. മറ്റൊന്ന് ജോളി, അതായത് ഫാമിലിയിലുള്ള എല്ലാവരെയും വർഷങ്ങളെടുത്ത് കൊന്നു. മാത്രമല്ല ആരും അറിഞ്ഞില്ല, പോലീസുകാർക്ക് പോലും മനസ്സിലായില്ല. അത്രയും വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടാണ് ആ കൊലപാതകം മുഴുവൻ അവർ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ സ്ത്രീകൾക്കിടയിലുള്ള ഒരു കൊലപാതക വാസന ഉണ്ടല്ലോ, അപ്പോൾ പലപ്പോഴും ഞാനത് ജനറലൈസ് ചെയ്തായിട്ട് മാമിന് തോന്നും, ഈ പലപ്പോഴും ഈ പുരുഷന്മാർ വളരെ വയലന്റ് ആയിട്ട് ഒറ്റ വെട്ടിനോ അല്ലെങ്കിൽ തീ വെച്ചോക്കെ വളരെ കറക്റ്റാണ്. പക്ഷെ സ്ത്രീകൾ വളരെ സൈലന്റ് ആയിട്ട് വർഷങ്ങളെടുത്ത് പ്ലാൻ ചെയ്ത് ഇങ്ങനെ കൊല്ലുന്നു. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഈ സ്ത്രീകൾ പുരുഷന്മാരുടെ കൊലപാതകത്തിന്റെ ആ ഒരു ഫ്രാൻറ്റിക് ആയിട്ടുള്ള രീതികൾ കൊണ്ട് അവർ കൂടുതൽ പിടിക്കപ്പെടുകയും സ്ത്രീകളുടെ പ്ലാനിങ് കൊണ്ട് അവരിൽ പലരും പിടിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നു എന്ന് ചില ലിറ്ററേച്ചർ പറയുന്നുണ്ട്. അത് നമുക്കറിയില്ല, ശരിയായിരിക്കാം തെറ്റായിരിക്കാം. പക്ഷേ ഇതിനകത്തൊരു ജെൻഡർ ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അക്രമവാസന അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ ബിഹേവിയർ സൈക്കോളജിക്കലി പുരുഷന്മാരിലും സ്ത്രീകളിലും ഈക്വലി ഉണ്ട്. നമ്മൾ അതിനെ ചിലപ്പോൾ ലഘൂകരിച്ച് മാനിപ്പുലേറ്റീവ് ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം നമ്മളത് അങ്ങനെ വിടുമായിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഓഫീസിൽ, ഒരു ഫാക്ടറിയിൽ അതിൻ്റെ നോട്ടീസ് ബോർഡിൽ ഒരു നോട്ടീസ് ഒട്ടിക്കുകയാണ്. ആ ഫാക്ടറിയിലെ എംപ്ലോയീസ് ഒരു പ്രത്യേക പരീക്ഷ ഇന്ന ദിവസം എഴുതിയാൽ അവർക്ക് വളരെ വലിയൊരു ഉദ്യോഗക്കയറ്റം കിട്ടും. അപ്പോൾ അന്ന് അവിടെ ആദ്യമായിട്ട് ജോലിക്ക് വന്ന, എന്നുവെച്ചാൽ അന്നത്തെ ദിവസം നേരത്തെ ജോലിക്ക് വന്ന ഒരാൾ ഈ നോട്ടീസ് വായിക്കുകയും ആ നോട്ടീസ് കീറിക്കളയുകയും ചെയ്യും. അയാൾ മാത്രമാണ് ഈ പരീക്ഷ എഴുതുന്നത്, അയാൾക്ക് മാത്രമാണ് ഉദ്യോഗക്കയറ്റം കിട്ടുന്നത്. ഇതിനെ നമുക്കൊരു സാധാരണ ബിഹേവിയർ ആയിട്ട് കാണാൻ പറ്റുമോ? അത് ഇതിനകത്ത് വെട്ടും കുത്തും ഒന്നുമില്ല, പക്ഷെ അങ്ങേയറ്റം വലിയ ഒരു കുറ്റകൃത്യമല്ലേ അത്. മറ്റേ ആൾക്കാരുടെ അവസരം നിഷേധിക്കുകയും തനിക്ക് മാത്രമായിട്ട് ഒരു കാര്യം ഒരാൾ ചെയ്യുകയും ചെയ്യാന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഈ കുറ്റകൃത്യങ്ങൾ പല ലെവലിലുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ഭീകരതനെ മാത്രം നോക്കിയിട്ട് അത് സിനിമയിൽ കാണുന്നത് കൊണ്ട് ഇങ്ങനെ എന്ന് സാമാന്യവൽക്കരിക്കേണ്ടതില്ലെന്ന് തോന്നുന്നു. അല്ല മാം, ഈ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? അതായത് വിഷം കൊടുത്ത ഈ കുട്ടി, അത് ഒരു സൈക്കിക് ആയിട്ടുള്ള പ്രശ്നം കൊണ്ടാണോ അതോ നിസ്സഹായത മൂലമാണോ? അല്ല, നിസ്സഹായത കൊണ്ട് നമ്മൾ ഒരാളെ കൊല്ലേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം നമുക്കൊരു ജീവൻ എടുക്കാനുള്ള അർഹതയില്ല, നമ്മൾ അതിനാളല്ല.
അപ്പം നിസ്സഹായത ഒരിക്കലും ഇപ്പൊ നമ്മൾ ഇപ്പൊ നിയമത്തിൽ സെൽഫ് ഡിഫെൻസിന് വേണ്ടി തിരിച്ചാക്രമിച്ചപ്പോൾ മറ്റേ ആൾക്ക് അപകടം പറ്റി എന്ന് പറയുന്നത് ഇവിടെ സെൽഫ് ഡിഫെൻസ് അല്ലല്ലോ, ഇതൊരു ഡെലിബറേറ്റ് പ്ലാൻഡ് കൊലപാതകമല്ലേ. അതിനെ നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. നിസ്സഹായത ഉണ്ടെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങിന് ശ്രമിക്കണമായിരുന്നു. മറ്റാൾക്കാരോട് പറയുകയോ നിയമപരമായ സഹായം തേടുകയോ എന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു. അപ്പൊ അത്തരം മാർഗങ്ങൾ ഉണ്ടായിട്ടും മറ്റേയാളെ കൊല്ലാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞത് അവരുടെ ഉള്ളിൽ ചിലപ്പോൾ അങ്ങനെ ഒരു പ്രകൃതമുള്ളത് കൊണ്ടായിക്കൂടെ. അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് നിസ്സഹായത ഒരിക്കലും ഒരു കൊലപാതകത്തിനെ സാധൂകരിക്കുന്ന കാര്യമേ അല്ല. അവർക്ക് ചിലപ്പം ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ടായിരിക്കും. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ഒരു വളരെ രസകരമായ ഒരു ഏരിയ ആണ്. 10 പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പൊ അതിന് ഓരോന്നിനും ഡിസ്റ്റിങ്വിഷ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് എല്ലാ മനുഷ്യരിലും അതിൻ്റെ ചെറിയ 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 ലാഞ്ചനകൾ കാണും. പക്ഷെ അതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെയോ രണ്ടെണ്ണത്തിൻ്റെയോ ഒക്കെ സിംറ്റംസ് വളരെ ക്ലസ്റ്റേർഡ് ആയിട്ട് ഒരാളിലുണ്ടെങ്കിൽ അയാളിൽ നമ്മൾ അത് ഡിസോർഡർ എന്ന് പറയുന്നു. മറ്റുള്ളവരിലെല്ലാം ഇത്തരം ട്രേറ്റ്സ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഇപ്പൊ ചെറിയ കുട്ടികൾ അമ്മയുടെ ബാഗിൽ നിന്ന് ചിലപ്പോൾ 5 രൂപ എടുത്തിട്ടുണ്ടാവും എന്ന് വെച്ച് നമുക്ക് അവനെ ലോകം കണ്ട ഏറ്റവും വലിയ കള്ളൻ എന്ന് വിളിക്കാനൊന്നും പറ്റില്ലല്ലോ.